GTA 5 included. ഇത് അങ്ങനെയാണ് നമ്മുടെ ഇവിടെ കാണാൻ ശ്രമിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതുത്തും വീഡിയോയുടെ സ്വാഗതം. ഞാൻ അത് നിങ്ങൾ കാണുന്ന അപ്ഡേഷൻ ചാനലാണ്. സോ എല്ലാവർക്കും നമ്മുടെ പുതുത്തും വീഡിയോയുടെ സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് GTA 5 ഇൻ മൊബൈൽ. അപ്പോൾ ഞാൻ കൂടുതൽ വളച്ചായിട്ടൊന്നും കിട്ടുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോവുകയാണ്. സോ കൂടുതൽ ഇൻട്രോ ഒന്നും കൊടുക്കുന്നില്ല. GTA 5 ഇൻ മൊബൈലിൽ എങ്ങനെ കളിക്കാമെന്നാണ്. ഇത് ഫാൻ മെയ്ഡ് ഗെയിമോ അല്ലെങ്കിൽ വേറെ എന്തും ഒരു ട്രിക്കോ അല്ലെങ്കിൽ APK ഒന്നുമില്ല. ഞാൻ ഒരു ലിങ്കും പ്രൊവൈഡ് ചെയ്യുന്നില്ല. നല്ല ജെന്യുവനായിട്ട് മൊബൈലിൽ എങ്ങനെ GTA 5 അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും PC ഗെയിംസ് എങ്ങനെ കളിക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. സോ കൂടുതൽ സമയം വെച്ചാതെ നമുക്ക് നേരെ വീഡിയോയിലൂടെ. ഞാൻ പറയുന്ന ഈ ഒരു സംഭവം എന്നാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും മിക്കവർക്കും അറിയായിരിക്കും, ക്ലൗഡ് ഗെയിമിംഗ് ആണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. മൊബൈലിൽ തന്നെ പല ക്ലൗഡ് ഗെയിമിംഗ് ആപ്സ് ഉണ്ട്. സോ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ബിക്കി എന്ന് പറയുന്നൊരു BIKKI ബിക്കി എന്ന് പറയുന്നൊരു ക്ലൗഡ് ഗെയിമിംഗ് ആപ്പാണ്. സോ ക്ലൗഡ് ഗെയിമിംഗ് എന്നാന്ന് മിക്കവർക്കും അറിയാൻ മേലാത്തവർക്ക്, ഇതൊരു ക്ലൗഡ് സെർവർ എന്ന് പറയുമ്പോൾ നമുക്ക് മൊബൈലിൽ കൂടെ തന്നെ പല ഗെയിംസും എന്ന് പറയുമ്പോൾ മൊബൈൽ ഗെയിംസ് ഉൾപ്പെടെ PC ഗെയിംസും നമുക്ക് മൊബൈലിൽ കൂടെ തന്നെ ക്ലൗഡ് സെർവർ ഉപയോഗിച്ച് നമുക്ക് ആ ഗെയിംസ് കളിക്കാവുന്നതാണ്. ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗെയിമായിരുന്നു പാൽ വേൾഡ്. അതും നമുക്കിതിനകത്ത് കിട്ടുന്നതാണ്. പിന്നെ സ്പൈഡർമാൻ റീമാസ്റ്റേർഡ്, ഫോർസ ഹൊറൈസൺ 5, പിന്നെ ഗോഡ് ഓഫ് വാർ, അങ്ങനെ പല ഗെയിംസും ഉണ്ട്. റെഡ് ഡെഡ് റിഡംഷൻ 2, അങ്ങനെ പല ഗെയിംസും ഉണ്ട്. സോ ബിക്കി എന്ന് പറയുന്ന ഒരു ആപ്പാണ് ക്ലൗഡ് ഗെയിമിംഗ് ആപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സോ ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടവർക്ക് അത് ഡൗൺലോഡ് ചെയ്യും. ഇല്ലെങ്കിൽ വേറെ പല ക്ലൗഡ് ഗെയിമിംഗ് ആപ്പ് ഉണ്ട്. ഞാനൊരു 5 ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അത് പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിളുമാണ്. സോ കൂടുതൽ സമയം വെച്ചാൽ നമുക്ക് ഈ ആപ്പിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമ്മളിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നത്, പ്ലേ സ്റ്റോറിൽ പോയിട്ട് ബിക്കി എന്ന് പറയുന്ന ആപ്പ് സെർച്ച് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ ചെല്ലുക. നമ്മൾ ബിക്കി എന്ന് പറയുന്ന ക്ലൗഡ് ഗെയിമിംഗ് ഇവിടെ ഉണ്ട്. അപ്പോൾ ബിക്കി ക്ലൗഡ് ഗെയിം എന്ന് പറയുന്നൊരു ഇതുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റുന്നതായിരിക്കും. ബിക്കി ക്ലൗഡ് ഗെയിം എന്ന് പറയുന്നൊരു ആപ്പുണ്ട്. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. 48 MB ഉള്ളൂ. നമുക്ക് ഈസിലി ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ബിക്കി ക്ലൗഡ് ഗെയിം ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മളിത് ഓപ്പൺ ചെയ്യുവാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ കാണാം, ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഇതിപ്പോൾ ഇവിടെ കാണാം ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ 5, WWE 2K24, പിന്നെ പാൽ വേൾഡ്, കോൾ ഓഫ് ഡ്യൂട്ടി വേൾഡ് വാർ 2, പിന്നെ ബക്ക്ഷോട്ട് റൗളറ്റ്, റെഡ് ഡെഡ് റിഡംഷൻ 2, അങ്ങനെ പല ഗെയിംസും ഉണ്ട്. പല PC ഗെയിംസ്, സ്പൈഡർമാൻ റീമാസ്റ്റേർഡ്, ഗോഡ് ഓഫ് വാർ, ഫോർസ ഹൊറൈസൺ 5, FIFA 19, അങ്ങനെ ഇഷ്ടം പോലെ ഗെയിംസ് ഉണ്ട്. നമ്മളിപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയുടെ ടോപ്പിക്കിൽ തന്നെ പോവുകയാണ്. GTA 5 ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ 5. അപ്പോൾ അത് നമ്മൾ പ്ലേ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു യൂസർ ഇൻ്റർഫേസ് വരും. നിങ്ങൾക്കിവിടെ ഈ സൈഡിൽ കാണാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ലോഗിൻ വിത്ത് ഗൂഗിൾ കൊടുക്കുവാണ്. അപ്പോൾ ലോഗിൻ വിത്ത് ഗൂഗിൾ കൊടുക്കുമ്പം നമ്മളുടെ ഏത് അക്കൗണ്ടാണോ ഉള്ളത് നമുക്ക് അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യാം ഏത് അക്കൗണ്ട് നമുക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്യാൻ എടുക്കണമെന്ന്. ഇപ്പോൾ എനിക്ക് 2 അക്കൗണ്ട് ഉണ്ട്. അതിൽ നമുക്ക് എനിക്ക് വേണ്ട Gmail അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് നമ്മളിതിപ്പോൾ ലോഗിൻ അടുത്ത ഇൻ്റർഫേസിലോട്ട് പോകും. അപ്പോൾ ഞാനിപ്പോൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും. അപ്പോൾ നമ്മൾ GTA 5 പ്ലേ കൊടുക്കും. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടില്ല. ഇപ്പോൾ ഇവിടെ വാച്ച് ആഡ് നമുക്ക് ഫ്രീ ആയിട്ട് 15 മിനിറ്റ് കിട്ടും. അപ്പോൾ ഏത് ക്ലൗഡ് ഗെയിമിംഗ് ആപ്പ് ആണെങ്കിലും 15 അല്ലെങ്കിൽ 10 മിനിറ്റിൻ്റെ ഒരു ഫ്രീ ആയിട്ട് ആഡ് കാണുവാണെങ്കിൽ 10 മിനിറ്റിൻ്റെ ഒരു ഫ്രീ ആയിട്ട് ഗെയിം പ്ലേ ടൈം കിട്ടും. അത് നമുക്ക് ക്ലെയിം ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ വാച്ച് ആഡ് കൊടുത്ത് ഇത് ക്ലെയിം ചെയ്യണം. സോ ഞാൻ ഒരു 5 മിനിറ്റ് ഞാൻ ആഡ് കണ്ടിട്ട് വരാം. A few moments later. അപ്പോൾ എൻ്റെ ആഡ് കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഗെറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലെയിംഡ് എന്ന് പറയും. അപ്പോൾ 15 മിനിറ്റിൻ്റെ ഗെയിം പ്ലേ നമുക്ക് ഇപ്പോൾ ഗെയിം പ്ലേ ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് കൊടുത്തിട്ട് ഇത് പ്ലേ നിൽക്കുവാണെങ്കിൽ നമുക്ക് GTA 5 പ്ലേ കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിപ്പോൾ നെറ്റ്വർക്ക് ചെക്ക് നോക്കും. അത് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് ഏതാണോ, നമുക്കിപ്പോൾ അമേരിക്കാസ് റീജിയനുണ്ട്, ഏഷ്യൻ റീജിയനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് സെർവർ വേണം എന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഏഷ്യൻ റീജിയൻ കൊടുക്കുവാണ്. നമ്മൾ ആ ഒരു റീജിയൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സെർവറിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഗെയിം കളിക്കാൻ പോകുന്നത്. സോ ഇതിപ്പോൾ ലോഡിംഗ് ആണ്. അടുത്ത ഇൻ്റർഫേസിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഇത് ലോഡായി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ എന്ത് ഇൻ്റർഫേസാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പലർക്കും ഗസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റെഗുലർ 162 ഇൻ ക്യൂ. അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മളിപ്പോൾ ക്യൂവിൽ നിൽക്കുവാണ്. 162 പേര് നമ്മുടെ ഫ്രണ്ടിലുണ്ട്. സോ
അവരെല്ലാവരും ഇത് കുറഞ്ഞ അനുസരിച്ച് നമുക്ക് കളിക്കാൻ പറ്റും. സോ ഞാൻ അത്ര നേരം വെയിറ്റ് ചെയ്യണം. Approximately 10 hours later. അപ്പോൾ ഗൈസ് നമ്മുടെ ടേൺ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം യുവർ ടേൺ വന്നിട്ടുണ്ട്. ദ ക്യൂ ഈസ് ഓവർ, ഇറ്റ്സ് യുവർ ടേൺ. അപ്പോൾ യു വിൽ മിസ് ഇറ്റ് ആഫ്റ്റർ 20 seconds. അപ്പോൾ നമ്മളിവിടെ കൺഫേം കൊടുക്കുവാണ്. കൺഫേം കൊടുക്കുമ്പം നമ്മളുടെ ഗെയിം GTA 5 നിങ്ങൾക്കിവിടെ കാണാം. GTA 5 ഇൻ മൊബൈൽ ഇവിടെ കാണാം. സോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. സ്റ്റോറി എവിടെ നിന്ന് തുടങ്ങുന്നതെന്ന് വെച്ചാൽ മൈക്കിളിൻ്റെ മറ്റേ നമ്മളതിനെന്താ പറയുക, നമ്മളിപ്പോൾ നമ്മുടെ മനസ്സ് മാറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ ഒരു ബാങ്കിൽ ഗൺ റോബറി സീൻ ഇല്ല. ഇത് ഉണ്ടോയെന്ന് അറിയത്തില്ല, ഞാൻ മുമ്പേ കളിച്ച് നോക്കിയപ്പോൾ ഇല്ലായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ക്വിറ്റുണ്ട്, സെറ്റിങ്സ് സ്റ്റോറി മോഡ്. നമ്മളിപ്പോൾ സ്റ്റോറി മോഡ് ഡയറക്റ്റ് പോവുകയാണ്. ഞാൻ സെറ്റിങ്സ് ഒന്നും കാണിക്കുന്നില്ല. സെറ്റിങ്സ് ഒന്നും എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. നമുക്ക് പിന്നെ വേറെ എപ്പോഴെങ്കിലും കളിക്കുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ 5 നമ്മളുടെ സെറ്റിങ്സിൻ്റെ ഇത് ലോഡിങ് സ്റ്റോറി മോഡ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ GTA 5 ഇൻ മൊബൈൽ. ഇത് ഒരു ഉടായ്പും ഇല്ല, 100% ആണ്. ഇത് എന്തായാലും വർക്കാവും. നിങ്ങൾ ആരിത് മൊബൈൽ കയറ്റി നോക്കിയാൽ ഇത് ഏത് ഫോണിലും വർക്കാവും. പക്ഷേ കുറച്ചൊരു സ്പെക്സ് ഉള്ള മൊബൈൽ വേണം. ഇറ്റ്സ് വർക്കിംഗ്. ഇത് GTA 4 ഞാൻ പറഞ്ഞ പോലെ ഫാൻ മെയ്ഡ് ഗെയിമൊന്നുമല്ല, 100% വർക്കാവുന്ന GTA 5 മൊബൈലിൽ തന്നെ കളിക്കാം. നിങ്ങൾക്കിവിടെ കാണാം നമ്മൾ മൈക്കിളിനെ ഈ ബ്രെയിൻ വാഷിങ് അല്ലല്ലോ, മറ്റൊരു സംഭവം ഇല്ലേ, ആ ഒരു ഫസ്റ്റത്തെ റോബറി സീൻ ഇല്ല, റോബറി നടത്തത്തില്ലേ നമ്മളുടെ ഫ്രാങ്ക്ലിൻ ട്രെവറും മൈക്കിളും ആയിട്ടുള്ള അതില്ല. നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള ഇത് മുതലാണ് തുടങ്ങുന്നത്. നിങ്ങൾക്കിവിടെ കാണാം. ഇതിനകത്ത് പലതും പറയുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം. ഞാൻ ഈ ഗെയിം പ്ലേ ഫുള്ളൊന്നും കാണിക്കുന്നില്ല. ഇതിനകത്തിപ്പോൾ സ്കിപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. ഇതിലേതോ സ്കിപ്പിൻ്റെ ഓപ്ഷൻ ആയിരുന്നു, എനിക്കത് ഏതാണെന്ന് അറിയത്തില്ല. സ്കിപ്പായിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഫ്രാങ്ക്ലിനാണ്. നിങ്ങൾക്കിവിടെ കഥ അറിയാമായിരിക്കും. നമ്മളിപ്പോൾ നമുക്കിതിൽ നടക്കാൻ പറ്റും. ഈ L വെച്ച് നമുക്ക് ഈ A നക്കിയാലാണ് ഓടുന്നത്. A നക്കിയാൽ ഓടും. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു കാർ സെലക്ട് ചെയ്യണം. ഞാനിപ്പോൾ റെഡാണ് എടുക്കുന്നത്. Y നക്കിയാൽ നമുക്കിതിനകത്ത് കയറാൻ പറ്റും. കയറടാ. ഓക്കെ, നമ്മളിപ്പോൾ വണ്ടി കയറുവാണ്. പക്ഷേ ഇതിൻ്റെ കൺട്രോൾസ് കുറച്ച് പാടാണ്. നമ്മളിപ്പോൾ മൊബൈലിൽ കളിക്കുന്ന PC കളിക്കുന്ന ഒരു എന്താ പറയുക, ഒരു കംഫർട്ട് മൊബൈലിൽ കളിക്കുമ്പോൾ കിട്ടത്തില്ല. പക്ഷേ നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ 15 മിനിറ്റുള്ളൂ. നിങ്ങൾക്കറിയാം ഇതിൻ്റെ കൺട്രോൾസ് നല്ല പാടാണ്. ഈ വണ്ടിയൊക്കെ ഓടിക്കാൻ നേരം നല്ല പാടാണ്. നിങ്ങൾക്കിവിടെ കാണാം. ഞാനിപ്പോൾ ഈ വണ്ടി എടുക്കാൻ നേരം പാടാണ്. കണ്ടോ, ഇത് നല്ല പാടാ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നല്ല പാടാ. ഇതിപ്പോൾ ഇത് കൺട്രോൾസ് ഒന്നും ഞാൻ ശീലമായിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ ഓടുവാണ്. നിങ്ങൾക്കിവിടെ കാണാം. ഇത് നല്ല പാടാ. ഇതിപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് ഓടണം. ഇപ്പോൾ വണ്ടി എടുക്കാൻ നേരം ഞാനിപ്പം കണ്ടോ, നമ്മൾ മിഷൻ തോറ്റു, മിഷൻ ഫെയിൽഡ്, ഫ്രാങ്ക്ലിൻ ലോസ്റ്റ് ലാമാർ. അപ്പോൾ ഇത് അങ്ങനെയാണ്. നമ്മളുടെ ഇവിടെ കാണാം മിഷൻ ഫെയിൽഡ്. അങ്ങനെ നമ്മളുടെ ഇത് റീസ്റ്റാർട്ട് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മൾ GTA 5 മൊബൈലിൽ കളിച്ചിരിക്കുന്നു. ഇത് അധികം ഇതൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ബിക്കി എന്ന് പറയുന്ന ക്ലൗഡ് ഗെയിമിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നമ്മൾ അതിൽ സൈൻ ഇൻ ചെയ്യുക. എന്നിട്ട് നമ്മളിത് വെയിറ്റ് ചെയ്യണം. ക്യൂ ഉണ്ട്, അത്യാവശ്യം നല്ല ടൈം എടുക്കും. ഏതാണ്ട് 1 മണിക്കൂറോളം ഞാൻ വെയിറ്റ് ചെയ്തു. സോ അത് നല്ല ടൈം എടുക്കും. പക്ഷേ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് GTA 5 കളിക്കാവുന്നതാണ്. സോ GTA 5 ഇൻ മൊബൈൽ നിങ്ങൾക്കിവിടെ കാണാം. ഇതാണ് GTA 5 ഇൻ മൊബൈൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെൽ ബട്ടൺ ലഭിച്ചത് ടോൾ എന്ന് പറയുക ഓപ്ഷനിലേക്ക്. സോ അത് പറയാൻ തന്നെ ഭയങ്കര പാടാണ്. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എല്ലാം ചെയ്തേക്കാം. സോ ബൈ. സീ നെക്സ്റ്റ് വീഡിയോ. GTA 4ൻ്റെ അത്ര റെസ്പോൺസ് കിട്ടുമെന്ന് അറിയത്തില്ല, ബട്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് കഷ്ടപ്പെട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു. സോ സീ നെക്സ്റ്റ് വീഡിയോ. ബൈ.